സോ ഇത് വന്നിട്ട് എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. ഞാൻ ഇപ്പോൾ 13 വയസ്സായി. ഓരോ വർഷം കൂടുമ്പോൾ ഞാൻ കിളവിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ എല്ലാ വർഷം ഞാൻ ഓരോ ഫേമസ് കേക്ക് കടയിൽ പോകും എൻ്റെ ബർത്ത്ഡേ ദിവസം. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വർഷം ഞാൻ വന്നിട്ട് കുറേ വർഷമായിട്ട് ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു കേക്ക് ഷോപ്പിലേക്ക് പോയാലോ എന്ന്. ഞാൻ 3.5 വർഷം മുന്നെയാണ് ഞാൻ മെറ്റൽഡ മൂവി കണ്ടത്. അപ്പോൾ തൊട്ട് എനിക്ക് ആ മെറ്റൽഡ മൂവി പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് മൂവി തന്നെയാണ്. സോ അപ്പോഴാണ് ഞാൻ കണ്ടത് മെറ്റൽഡ കേക്ക് ദുബായ് മാളിൽ ഉണ്ടത്. അപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് പ്ലാൻ ചെയ്താണ്. പക്ഷെ പ്ലാൻ കൊളായിപ്പോയി ഗൈസ്, ചീറ്റിപ്പോയി. അപ്പോൾ ഞാൻ വെച്ചാൽ 13 വയസ്സായല്ലോ ഞാൻ എന്തായാലും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ മെറ്റൽഡ കേക്ക് കഴിച്ചാലോ ആലോചിച്ചു. ഞാൻ ഓവർ കത്തി വയ്ക്കുന്നില്ല ഗൈസ്. നമ്മൾ ദുബായ് മാളെത്തി. സോ നമ്മൾ വന്നിട്ട് പാക്കേഴ്സ് റെസ്റ്റോറൻറ്റ് ഇങ്ങനെ തപ്പി പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. മാളിൽ കുറച്ച് പട്ടിഷൊക്കെ കാണിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. അങ്ങനെ മാളിങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ ഈ സാധനം കണ്ടത്. ഞാൻ വെച്ചാൽ നമ്മുടെ വീട്ടിലത്തെ അരിച്ചാക്കായിരുന്നു എന്ന്. പക്ഷെ അങ്ങനെ ഗൈസ് ഐ ഫൈനലി റീച്ച് ദ പാക്കേഴ്സ് റെസ്റ്റോറൻറ്റ്. സോ വ്യൂവിൽ ഇരിക്കണമെങ്കിൽ അവർ പറഞ്ഞു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണമെന്ന്. കാരണം ഭയങ്കര തിരക്കുണ്ടായിരുന്നു അവിടെ. സോ ഞാൻ വ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ഫൈനലി എനിക്ക് അങ്ങനെ കുറച്ച് മെയിനായിട്ട് എൻ്റെ ഷോക്ക് ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പക്ഷെ എന്നാലും എൻ്റെ മനസ്സ് മുഴുവനും ആ മെറ്റൽഡ കേക്കിൽ തന്നെയായിരുന്നു. അങ്ങനെ ബ്രൂസ് കുട്ടൻ്റെ ഫാനായ ഞാൻ ഫൈനലി മെറ്റൽഡ കേക്ക് കഴിക്കാൻ പോവാണ്. അങ്ങനെ സാധനം എത്തിയപ്പോൾ എൻ്റെ വായിൽ കപ്പൽ മുങ്ങുള്ള വെള്ളം ഉണ്ടായിരുന്നു. ഈ കേക്ക് ഫുൾ ഓൺ ഫ്ലേവർ ഫ്ലെക്സ് ആണ്. ടേസ്റ്റ് നെക്സ്റ്റ് ലെവലായിരുന്നു. എനിക്ക് മെറ്റൽഡ കേക്കിലെ മേലെ വെച്ചിട്ടുള്ള ബ്രൂസിന്റെ പിക്ചർ മേടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവരെനിക്ക് ഫ്രീ ആയിട്ട് 10 എണ്ണം തന്നു ഗൈസ് അതിന്റെ. അങ്ങനെ ഞാൻ ഫൗണ്ടെയിനും അവിടെ നിന്ന് കണ്ടു. ചെറിയ സാധനം വലിയ ക്വാണ്ടിറ്റിയിലുള്ള സാധനമാണ്. നമുക്ക് 4 പേർക്കും ഇത്ര വലിയ കേക്ക് കഴിക്കാൻ പറ്റിയില്ല. അതിനിപ്പോ വ്യൂ ഒക്കെ നമ്മൾ കുറച്ചു നേരം ആസ്വദിച്ചിരുന്നു ഗൈസ്. ഇത് ചോക്ലേറ്റ് ലവേഴ്സിനുള്ളൊരു ബെസ്റ്റ് സാധനം തന്നെയാണ്. സോ അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു, ബൈ.